അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ മൻ നബിയ ബഅദ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിസ്ഡംകാർ ഒരുപാട് കാലമായി ആളുകളിങ്ങനെ പറ്റിച്ചു കിടക്കുന്നു. മനസ്സിലായവരൊക്കെ തിരിച്ചു പോകുന്നു. ഇപ്പോഴും പാവപ്പെട്ട കുറേ അണികളുണ്ട്. എന്താണ് അവർ ആ പറ്റിക്കുന്ന വലിയൊരു കാര്യം? ഒരുപാട് പറ്റിക്കൽസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ മുൻകഴിഞ്ഞു പോയ പണ്ഡിതന്മാരൊക്കെ വിസ്ഡത്തിൻ്റെ വാദം പറഞ്ഞവരാണെന്നാണ്. ആ വാദം ഒന്ന് കാണിച്ചു വരും വിസ്ഡംകാര്യങ്ങൾ. എന്നിട്ട് ഈ പാവപ്പെട്ട സാധാരണക്കാരിങ്ങനെ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഉമർ മൗലവി പറഞ്ഞില്ലേ, മുൻകഴിഞ്ഞ പണ്ഡിതന്മാരൊക്കെ വിസ്ഡത്തിൻ്റെ വാദമല്ലേ പറഞ്ഞത്? ഒരാളെ പറഞ്ഞുതരും. എന്താ വിസ്ഡത്തിൻ്റെ വാദം? മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാത്രയിൽ ഷിർക്കായതുമുണ്ട്, വസീലയായതുമുണ്ട്. എന്ന് പറഞ്ഞാൽ വസീലത്ത് ഷിർക്കായതുണ്ട്, അതിനാൽ എല്ലാം ഹറാമാകുന്നു. ഇവിടെ പറഞ്ഞ കാര്യം എന്താ? ഷിർക്കുണ്ട്, വസീലയുണ്ട്. അപ്പോൾ ഷിർക്കുണ്ട്, ഷിർക്കല്ലാത്തതുണ്ട്. ഇത് ഫൈസൽ മുസ്ലിം അദ്ദേഹത്തിൻ്റെ തൗഹീദിൻ്റെ മൗലികത എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചതാട്ടോ. ഷിർക്കല്ലാത്തതും ഉണ്ട്. അപ്പോൾ ഈ വസീലത്തു ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഷിർക്കല്ലാത്തതിനാണ് ആര് പറയണത്? വിസ്ഡംകാർ പറയണത്. ശരി, ഈ വാദം മനുഷ്യനെ സംബന്ധിച്ച് ഗായിബായ ജിന്നിനോട് ഷിർക്കാകാത്തൊരു സഹായാർത്ഥനുണ്ടെന്ന് ഉമർ മൗലവി പറഞ്ഞ ചങ്ങാതിമാരെ ഉണ്ടെങ്കിൽ ആ സൽസബിൽ ആ വാദം ഒന്ന് എഴുതി കാണിച്ചു തരും, അതൊന്ന് വായിച്ചു തരും. വിസ്ഡത്തിൻ്റെ വാദം ഇതല്ലേ, ഗായിബായ ജിന്നിനുള്ള സഹായത്തിൽ ഷിർക്കാകാത്ത സഹായാർത്ഥനുണ്ടെന്ന്. അത് ഉമർ മൗലവി എവിടെ പറഞ്ഞത്? ഒന്ന്, അതില്ല. അപ്പോൾ ഉമർ മൗലവി വിസ്ഡത്തിൻ്റെ വാദം പറഞ്ഞിട്ടില്ല. രണ്ടാമത് യാഇബാദുള്ളയുമായി ബന്ധപ്പെട്ട വിഷയം വിശദീകരിക്കാൻ, ആ യാഇബാദുള്ളയുമായി ബന്ധപ്പെട്ട വിശദീകരിക്കുന്ന ആരോടാ? ഈ വിസ്ഡത്തിൻ്റെ പണ്ഡിതൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ പരാമർശം നിങ്ങളൊന്ന് കേട്ടു. കോഴിക്കോട് മഹാനായ ഉമർ മൗലവി റഹിമഹുല്ലാ സൽസബീലിൽ കൊടുത്ത മറുപടി, യാ ഇബാദല്ലാ എന്ന ദുർബല ഹദീസ് ഉദ്ധരിച്ച് പയ്യോളിയിലെ മുസ്ലിയാർ പ്രസംഗിച്ചപ്പോൾ അത് ചോദ്യമായി വന്നു. അതിന് മറുപടി എഴുതാൻ പാലത്തെ അബ്ദുറഹ്മാൻ മദനിയെ ഏൽപ്പിച്ചു. അദ്ദേഹം മറുപടി എഴുതി. ആ മറുപടി പൂർണ്ണമായും സൽസബീൽ അംഗീകരിച്ച് ഉമർ മൗലവി റഹിമഹുല്ലാ സൽസബീലിൽ കൊടുത്തു. എന്താ നിങ്ങൾ മിണ്ടാത്തത്? ഞങ്ങളുടെ ചോദ്യം പ്രസക്തമാണ്. ഇപ്പോൾ നിങ്ങൾ വാദിച്ച് ജലിപ്പിച്ച് നടക്കുന്ന കാര്യപ്രകാരം ഈ ലേഖനം വിചിന്തനം വാരികയിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എന്താ സംഭവം എന്ന് പറയാം. വിസ്ഡത്തിൻ്റെ വാദയിലുണ്ടോ? സൽസബീൽ ഉമർ മൗലവി റഹ്മത്തുള്ളാഹിയുടെ ആ സൽസബീൽ വിസ്ഡത്തിൻ്റെ വാദയുടെ ഇല്ല. പിന്നെ പ്രസിദ്ധീകരിച്ചിട്ട് എന്ത് കാര്യം? നോക്കൂ, മറ്റൊരു കാര്യം, ഇത് ആർക്കെതിരെ പറഞ്ഞതെന്നാണ് പറഞ്ഞത്? സമസ്തക്കാർക്കെതിരെ അല്ലേ? ആ സമസ്തക്കാരായ മൂല്യാരുടെ വിശ്വാസം എന്താ യാഇബാദിനെ കുറിച്ച്? സ്വഹീഹായ ഹദീസാണെന്നാണ്. സ്വഹീഹായ ഹദീസ് എന്തിന്? മരണപ്പെട്ടു പോയ ആളുകളെ വിളിച്ച് തേടാൻ പ്രാർത്ഥിക്കാനുള്ള തെളിവായി കൊണ്ടുവരികയാണ്. അവരെ വാദപ്രകാരം അത് സ്വഹീഹാണ്. വിസ്ഡംകാരെ, ഇങ്ങക്ക് ഇതിലെന്താ തെളിവ്? പൂച്ചക്ക് പൊന്നൊരുക്കുന്നിടത്ത് എന്ത് കാര്യം എന്ന് ചോദിക്കാറില്ലേ? അതെ, ഈ ലഈഫായ ഹദീസ് സ്വഹീഹാന്ന് വിശ്വസിക്കുന്ന ആൾക്കാരോട് പറഞ്ഞ മറുപടി, വിസ്ഡംകാർക്ക് ഇത് സ്വഹീഹാന്ന് വാദമുണ്ടോ? ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിശ്വാസത്തെ കെട്ടിപ്പടുക്കാൻ പറ്റും എന്ന് വാദമുണ്ടോ? രണ്ടുമില്ല. ഇത് രണ്ടും ലോലാനാര്? സമസ്തക്കാർ. പിന്നെ നിങ്ങളിത് എന്തിനാണ് കൊണ്ടെടുക്കുന്നത്? ഇനി ഇത് സ്വഹീഹാണെങ്കിൽ എത്രേ വരുള്ളൂ എന്ന് പറഞ്ഞാൽ തന്നെ ബുദ്ധിയുള്ളൊരു മനുഷ്യൻ മനസ്സിലായിക്കൂടാ. സ്വഹീഹാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇത് സ്വഹീഹല്ല. അപ്പോൾ സ്വഹീഹാണെങ്കിൽ എന്ന് പറഞ്ഞ കാര്യം ഇത് ബാധകാവില്ല. സ്വഹീഹാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇത് സ്വഹീഹ് അല്ലെങ്കിൽ പിന്നെ ഇത് ബാക്കിൽ പറയുന്ന കാര്യം ഇത് ബാധകമല്ല എന്നല്ല കിട്ടുക. അതല്ലേ ഉമർ മൗലവിയിലെ സൽസബീലിലുള്ളൂ. എന്നിട്ട് എന്തായാലും അത് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യ അബൗദികവുമായ ജിന്നിനുള്ള ഇസ്തിആനത്താണ്, സഹായാർത്ഥനയാണ്. ഈ സ്വഹീഹാണെങ്കിൽ തന്നെ ഇതിലുള്ളതെന്നുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ നിങ്ങൾ കൊണ്ടെടുക്കുന്നത്? ഇതിൽ നിങ്ങൾക്ക് എന്ത് തെളിവാണത്? നിങ്ങളോട് ഞങ്ങൾ ചോദിക്കുകയാണ്, ഈ യാഇബാദല്ലയാണോ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യ അബൗദികവുമായ ജിന്നിനുള്ള സഹായാർത്ഥന ഷിർക്കല്ലാത്തതുണ്ട് എന്നുള്ളത് നിങ്ങളുടെ തെളിവ് ആണെങ്കിൽ ചങ്കൂറ്റത്തോടെ പറയൂ, ഇത് ഞങ്ങളുടെ തെളിവാണ്. സമസ്തക്കാർക്ക് കൊടുത്ത മറുപടി നിങ്ങൾ തമ്മിൽ എന്ത് ബന്ധമാണ് ചങ്ങാതിമാരെ? അവരിത് സ്വഹീഹാണെന്നും ഇത് തെളിവിന് പറ്റുമെന്നും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എന്നും പറയുന്ന ആൾക്കാരാണ്. കാന്തപുരം വരെ പറഞ്ഞ നമ്മൾ കേട്ടില്ലേ? നിങ്ങൾക്കിത് സ്വഹീഹാന്ന് ഉറപ്പില്ല, നിങ്ങൾക്ക് വാദമല്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അഖീദ കെട്ടിപ്പടുക്കാതെ നിങ്ങൾക്ക് വാദമല്ല. അപ്പോൾ ഇതെന്തിനാ ചങ്ങാതിമാരെ ആൾക്കാരെ പറ്റിക്ക് അത് കൊണ്ടെടുക്കണത്? ചുരുക്കി പറഞ്ഞാൽ അള്ളാഹിൻ്റെ ഖുർആനിലോ സ്വഹീഹായ ഒരു ഹദീസിലോ ഈ മനുഷ്യരെ സംബന്ധിച്ച് അദൃശ്യ അബൗദികവുമായ ജിന്നിനുള്ള സഹായാർത്ഥം ഷിർക്കല്ലാത്തതുണ്ട് എന്ന് ഫൈസൽ മുസ്ലിയാർ കോഴിച്ചന എഴുതിയ വിസ്ഡത്തിൻ്റെ വാദത്തിന് ലോകത്ത് ഇന്നേ വരെ ഒരാൾക്കില്ലാത്ത വാദം, അതിന് ഒരു തെളിവും അള്ളാഹിൻ്റെ ഭൂമിയിൽ നിന്ന് അള്ളാഹ് ഇറക്കിയ പ്രമാണങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. കാരണം അത് പച്ച ലൊലാലത്താൻ വഴികേടാണ്. ജിന്നിനോട് സഹായാർത്ഥന നടത്തിയ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യ ഭൗതികമായ ജിന്നാണെങ്കിൽ അത് പച്ചയായ ഷിർക്കാണ്.
ഇനി ജിന്നിനോട് മനുഷ്യൻ്റെ തലം വിട്ട് ഏതൊരു സൃഷ്ടിയോടും ഒരാൾ അവൻ്റെ പ്രതിസന്ധി പ്രയാസം വിഷ്ണുങ്കാർ വിശദീകരിച്ച ആ ഉദാഹരണങ്ങളുണ്ടല്ലോ അല്ലേ, പുഴയെ ചാടുകയാണെങ്കിലും മരുഭൂമിയിൽ ഒറ്റപ്പെടുകയാണെങ്കിലും അല്ലെങ്കിൽ വിജനമായ ഒരു ഇരുട്ട് തപ്പിത്തടിയാണെങ്കിലും ഒക്കെ ഇതൊക്കെ അവർ പറഞ്ഞ ഉദാഹരണങ്ങൾ അപ്പോഴും പറഞ്ഞെടുക്കലുണ്ട്. ഈ ഘട്ടത്തിലൊക്കെ അള്ളാഹിനോട് മാത്രമേ തേടാൻ പറ്റുള്ളൂ. അത് ജിന്നുക്ക് പോയ പച്ചയായി ഷിർക്കാണ്. ഷിർക്കല്ലാത്തൊരു സഹായാർത്ഥനയും ജിന്നുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ ഇല്ല. ഇതാണ് ഇസ്ലാമിൻ്റെ പ്രമാണം, ഇസ്ലാമിൻ്റെ തത്വം. അതല്ലെങ്കിൽ മറിച്ചുണ്ടെങ്കിൽ ഒരായത്തുകൾ ഉദ്ധരിക്കുക, സ്വഹിയായ ഒരു ഹദീസ് ഉദ്ധരിക്കുക. അതല്ലാതെ ആളുകളെ കണ്ണിൽ പൊടിയിടൽ ഈ വർത്തമാനം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് വളരെ വിനയത്തോടെ ഈ പറഞ്ഞ പ്രാസംഗികനടക്കമുള്ള വിശ്വത്തിൻ്റെ മുഴുവൻ പ്രബോധകരോടും പറയാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ആയത്തൊന്ന് പൊതുസമൂഹത്തിൽ അടുത്ത പരിപാടികളിൽ നിങ്ങളൊന്ന് ഓതണം. ആ സ്വയ ഹദീസ് നിങ്ങളൊന്ന് പറയണം. കോഴിച്ചൻ നിങ്ങൾ എഴുതിയ ആ വാദത്തിന് നിങ്ങളുടെ തെളിവ്, ഓദ്യ തെളിവല്ലാത്തതുകൊണ്ട് ഇതുവരെ ഒരു മനുഷ്യനും പറയില്ല. ഓദ്യ ആക്കുക തെളിവാണെന്ന് ഒരു അഭിപ്രായം ഇപ്പം അല്ല, അതുകൊണ്ട് അയാൾ പിന്നെ അത് മുണ്ടിയിട്ടുമില്ല. വേറെയും കുറേ ആയത്തുണ്ടെന്നാണല്ലോ പറഞ്ഞത്. വരട്ടെ, അടുത്ത നമുക്കൊന്ന് നോക്കാം. അള്ളാഹു ഹിദായത്ത് നൽകട്ടെ.